ലോകം ഖബറല്ലേ, അന്നൗമ ഇലൽ ഖബർ. 4 കാര്യത്തെ നിങ്ങൾ 4 സ്ഥലത്തേക്ക് മാറ്റിവെച്ചാൽ വജദൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന് ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു അൻഹു പറയും. അതിലൊന്ന് അന്നൗമ ഇലൽ ഖബർ, ഉറക്കിനെ ഖബറിലേക്ക് മാറ്റി വെക്കും. ഉറക്കിനെ ഖബറിലേക്ക് മാറ്റി വെക്കും. അവിടുന്ന് ഖബറിലെത്തിയ ഉടനെ ചോദ്യമൊക്കെ ഉത്തരമൊക്കെ ക്ലിയർ ആണെങ്കിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടെയല്ലേ ഉറങ്ങി, ഇവിടെ പണിയെടുക്കല്ലേ. അതുകൊണ്ടാണല്ലോ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു അധികം ഒന്നും ജീവിതത്തിൽ ചിരിക്കില്ല. വഫാത്തിന്റെ സമയത്ത് ചിരിക്കുമ്പോ ഓരോട് ചോദിച്ചു, ജാമിഅ കറാമത്തിൽ ഔലിയായിൽ കാണാം, നിങ്ങൾ എന്താ ചിരിക്കണത്? ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലു. ഇങ്ങനെ ചിരിക്കണമെങ്കിൽ പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുക്കണം. അല്ലാതെ നാളെ മറ്റന്നാൾ കോളേജിലേക്ക് പോകേണ്ട വർഷമായി, റമദാൻ ആവാറായി. അപ്പൊ ഏറ്റവും മുതിർന്ന കുട്ടികൾ സീനിയേഴ്സ് ചിന്തിക്കാണ്, വലാ അദ്ദത് മിനൽ ഫിഅലിൽ ജമീലി ഖിറ ലൈഫിൻ അലമ്മ ബിറസിൻ ഗൈറ മുത്തജിമി. ഞാൻ പോവാനായല്ലേ, എത്ര പെട്ടെന്ന് തീർന്നത്. അന്ന് അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല, കൂത്തിയിരുന്ന് പഠിക്കൽ തന്നെ. ഇപ്പൊ ഏതൊരു കോളേജിലെയും സംവിധാനത്തിലെയും സീനിയേഴ്സ് എത്രത്തോളം കഠിനാധ്വാനികളാണ് ബാക്കിയുള്ളവർ ക്ലിയർ ആയിക്കോളും. നിങ്ങൾ ഏത് കോളേജിൽ എടുത്ത് നോക്കിയാലും സീനിയേഴ്സ് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നവരാണെങ്കിൽ ബാക്കിയുള്ളവർ അധ്വാനിക്കാൻ ഇനി ഒരു വയലോ യൂട്യൂബിന്റെ ലിങ്കോ കളർ ബ്രോഷറോ വേണ്ട, അധ്വാനിച്ചോളൂ. നടന്നു. സീനിയേഴ്സ് ഉസ്താദന്മാരോടുള്ള ബഹുമാനം പോലെ ഇരിക്കും ജൂനിയേഴ്സിന്റെ കഥ. കാരണം നമ്മള് പിന്നെ എന്താ പറയാ, ഗൈഡ് ഹിദായത്ത് കൊടുക്കുന്നവരാവാനുള്ള സാധ്യതയുണ്ട്, ലാലാവാനുള്ള മുന്നിലാവാനുള്ള സാധ്യതയുണ്ട്. 2 പോസിബിലിറ്റിയും കിടക്കേണ്ടത്. വൈകുന്നേരങ്ങളിൽ അടക്കം നല്ല മുത്താല ചെയ്യുന്ന മക്കളാണ് സീനിയേഴ്സ് എങ്കിൽ ജൂനിയേഴ്സിന് ഇങ്ങനെ വൈകുന്നേരം കളിക്കാൻ പോകണമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. ഉദാഹരണത്തിന് നല്ല ചില കുട്ടികൾ, ഉദാഹരണം പറഞ്ഞാല് ഭയങ്കര അദബുള്ളവരൊക്കെ ആയിരിക്കും. എങ്ങനെ പ്രത്യക്ഷത്തില് നിസ്കരിച്ചാൽ ഉസ്താദിന്റെ അടുത്ത് ഇരിക്കാനൊന്നും ഒരിക്കലും തോന്നൂല, വേക്കോട്ടേക്ക് ഇങ്ങനെ ഇരിക്കുന്നൊക്കെ കാണും. ആ വേക്കോട്ടേക്ക് ഇരുന്നവനോട് ഉസ്താദ് വിളിച്ചിട്ട് വാ, എനിക്ക് രാവിലെ നാട്ടിൽ പോകാൻ ഫത്തുൽ, നീ ഫത്തുൽമിന്റെ ടീമല്ലേ, ഇന്ന് 5:30 അല്ല 5 മണിക്ക് 6 മണി വരെ ഫത്തുൽ. അപ്പൊ ഈ അതബോട് കൂടി വേക്കിൽ ഇരുന്നവൻ ഇത് കേട്ടപാട് പിന്നെ എങ്ങനെയാ പോകുന്നതെന്ന് അറിയാം, മറന്നിറങ്ങാൻ പറ്റും. എങ്ങനെയുണ്ട്, ഏതാ അതബല്ലേ? അത് തിരുവനങ്ങാടി വാപ്പുസ്താ പറഞ്ഞെടുത്ത കാര്യം. അതബ് ഖൽബിൽ, ചിലപ്പോ അവിടെ ഇരുന്നാൽ തന്നെ ഖൽബിൽ അതബ്, അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ അതിലേക്ക് വരും. സമയം കളയാത്തൊരു ജീവിതം, അതാണ് ഏറ്റവും പ്രധാനം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കണ സമയത്താണ്. ഫുഡ് കഴിക്കണ സമയമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ. അതിന് കാരണം പറയണത് പിന്നെ ഫൈനൽ വഖ്ത വസ്സമാന അസീസ്, സമയം വളരെ വിലപ്പെട്ടതാണല്ലോ. ഫുഡ് കഴിക്കണ സമയത്ത് കിതാബ് എഴുതാനോ കിതാബ് മുത്താലയാനോ കഴിയുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിക്കുക, റാസിമാമിന്റെ വായിൽ നിന്നൊരു വിവരം വീഴുമ്പോഴേക്ക് 300 ശിഷ്യന്മാരൊക്കെ അടുത്ത് യാത്രയിലൊക്കെ ഉണ്ടാവുന്ന ചരിത്രം പറയണത്. അത്രയും കൂടുതൽ നല്ല നല്ല ആശയങ്ങൾ അവരുടെ ചുണ്ടിൽ നിന്ന് വീഴുമ്പോൾ എഴുതിയെടുക്കാൻ. നമ്മള് നിലവിലുള്ള ക്യാൻറ്റീനിലെ ഫുഡിന്റെ പുറമെ അതിന്റെ പുറമെ തട്ടുകടയിൽ പോകും വേറെ എക്സ്ട്രാ കഴിക്കാൻ. എന്നിട്ട് ഒരു 4 ആള് പോസ്റ്റ് ചെയ്താൽ ഫഖദ് ഫാസ ഫൗസൻ അദീം പറയാനില്ല. നമ്മൾ കുറച്ച് മാറണം. നമ്മളെ മഹാന്മാരൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. വൈകുന്നേരങ്ങളെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തും. ബാക്കി സമയങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും എന്നതുകൊണ്ടാണ് ഈ ഒരു സമയത്തെ മാത്രം മെൻഷൻ ചെയ്തത്. സമയം കളയാത്തൊരു ജീവിതത്തെ ചിട്ടപ്പെടുത്തും. ഹാഫിദ് ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ 2 ഗ്രന്ഥങ്ങൾ എന്ന് പറയാൻ മാത്രമല്ല, ചെറിയ റിസാലകൾ നിങ്ങൾ എന്തായാലും മുത്താലയാണ്. ഒന്ന് ഹിഫ്ളുൽ ഉംർ, മറ്റൊന്ന് മവാസിമുൽ ഉംർ. ഒരു അരമണിക്കൂറിനുള്ളിൽ 2 മുത്താലയിൽ തീർക്കാം എന്നാണ് എന്റെ അഭിപ്രായം. അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും 1 സെക്കൻഡ് ജീവിതത്തിൽ കളയരുത്. അത്രയും വൃത്തിയിൽ തുറന്ന് എഴുതുന്നുണ്ട് എന്താണ് നമ്മൾ സമയം കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വിപത്തുകൾ എന്നതിനെ കുറിച്ചിട്ട്. മഹാന്മാര് സമയത്തെ എങ്ങനെയാണ് പരിഗണിച്ചതെന്ന് അതിൽ പറയും. അംർ ബിൻ അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു ഡെയിലി 100 കണക്കിന് റക്അത്ത് നിസ്കരിക്കുന്ന മഹാനാണ്. ആ മഹാനോട് ഒരാൾ കുറച്ച് സംസാരിച്ചാലോ,
എന്ന് പറഞ്ഞപ്പോ മഹാന്റെ തിരിച്ചുള്ള മറുപടി എന്താ അറിയാ? അംസിക്ക് ശംസ, സൂര്യനെ പിടിച്ചു വെക്കൂ, സൂര്യൻ കറങ്ങുകയും ചെയ്യാ, എന്റെ സമയം നഷ്ടപ്പെടുകയും ചെയ്യാ, എന്നിട്ട് സംസാരിച്ച സമയം കളയാൻ നടക്കൂല. സൂര്യനെ പിടിച്ചു വെച്ച് എന്റെ സമയം കളയൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ എന്നാ പറഞ്ഞു. നവഇമാമിന്റെ അടുത്തൊക്കെ ആരെങ്കിലൊക്കെ വന്നാല് ഒരു കിതാബ് കൊടുക്കല, അയാൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ കുത്തിയിരുന്ന് നോക്കുമല്ലോ. ഇല്ലെങ്കിൽ ദ ഹിന്ദു ഇംഗ്ലീഷ് പത്രം എല്ലാം കിട്ടിയാൽ ചില ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ ചിത്രം നോക്കിയിട്ട് പോണ പോലെ ഗീത മറിച്ച് നോക്കിയിട്ട് പോകും. നവഇമാമിന്റെ സമയം നഷ്ടപ്പെടാതിരിക്കുക. കോടമ്പുഴ ബാവുസ്താദ് എഴുതി വെച്ച പോലെ സമയം വിലപ്പെട്ടതാണെന്നുള്ളടത്തോട്. നൂറുലും എം എ ഉസ്താദിന്റെ അടുത്തൊക്കെ ആരെങ്കിലൊക്കെ പോയാൽ ആവശ്യം കഴിഞ്ഞ ഉടനെ നൂറുലും ഉസ്താദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വേറൊന്നുമില്ലല്ലോ, അതിന്റെ അർത്ഥം ഒന്ന് പോയി തരോന്നോ. നമുക്ക് ഒരാളെ കിട്ടാനാ കളിക്കുന്നത്. വാട്സപ്പിൽ ആരെങ്കിലും ഓൺലൈൻ ഉണ്ടെങ്കിൽ ഹായ് ഉറങ്ങുന്നില്ലേ, പിന്നെ എങ്ങനെ ഉറങ്ങലും അങ്ങനെ ചോദിച്ചാൽ. നവഇമാം സക്കറിയ അൻസാരി തങ്ങൾ കോടമ്പുഴ മുസ്താദ് എല്ലാം ഉള്ള ആളെ ആവശ്യം കഴിഞ്ഞിട്ട് വേഗം വിടുമ്പോ നമ്മൾ അബുദാബി നാളെ വലിക്കിയത് ഇങ്ങോട്ടേക്ക് ഉറങ്ങണില്ലേ. നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പെട്ടുകൊണ്ട് നമ്മളുടെ കാലം കളയുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ടെൻഷൻ അടിക്കേണ്ടി വരും. സമയം നഷ്ടപ്പെടുത്തുന്നവരൊക്കെ ജീവിതത്തിൽ പരാജയപ്പെടും. അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജീവിതത്തിന്റെ വില തിരിച്ചറിയാത്ത ആളാണ് സമയം നഷ്ടപ്പെടുന്നത്. ജീവിതത്തിന്റെ വില, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇവിടുന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ നഷ്ടപ്പെട്ടു. 500 രൂപ നഷ്ടപ്പെട്ടു. നമ്മൾ കുറെ നേരം വരുന്നു, ചെയർ മൊത്തം എടുത്തു വെക്കുകയും ചെയ്യും, മൊത്തം നിരത്തുകയും ചെയ്യും. ഒരു 500 രൂപയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ കിട്ടണില്ല. പിന്നെ സ്റ്റേജിൽ നിന്ന് ആരോ അനൗൺസ് ചെയ്യാൻ പറഞ്ഞു, ഒരു രക്ഷയില്ല. പള്ളിയിൽ പോയി അസറസ്കാരൊക്കെ ഭയങ്കര ഖുശുവായിരിക്കും, ഷുവറാണ്. തിരിച്ചു വന്ന് ഒന്നും കിട്ടണില്ല. പിന്നെ ആരോടോ ചോദിച്ചു പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു യാ ജാമിഅ അല്ലാഹ് 156 വളരെ ഇഖ്ലാസോട് കൂടി ചൊല്ലി, കിട്ടിയിട്ടില്ല, ഒരു രക്ഷ. അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ആരോ പറഞ്ഞു കൊടുത്തു അയാള്, പിന്നെ ഖാനമാക്കാന ഫാത്തമ ഫാത്തമ മിസ്സായി പോകട്ടെ. അപ്പൊ അയാള് വിട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ഗ്രൂപ്പിൽ, വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണ്, ഒരു സംഖ്യ വീണ് ഇട്ടിട്ടുണ്ട്, കോണ്ടാക്ട് ചെയ്യാൻ എന്നിട്ട് നമ്പർ. അപ്പൊ നമ്മള് അതിൽ വിളിക്കോ ഇല്ലോ, ഷുഗർ വിളിക്കും. അതൊക്കെ വെറുതെ 500 ഒരു 500 നഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഇത്രമാത്രം താല്പര്യവും അതിന്റെ മേൽ നമ്മൾ കെട്ടിമറിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്ക് കുറച്ച് സമയം നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്താ അതിന്റെ പേരിൽ ടെൻഷൻ ഇല്ലാത്തത്? കുറച്ച് അധികം ഉറങ്ങിപ്പോയി, പെട്ടെന്ന് ഒന്ന് ഇരുന്നപ്പോ ഒന്ന് ഉറങ്ങിപ്പോയി, നമുക്ക് എന്താ ടെൻഷൻ ഇല്ലാത്ത? നവഇമാമിന്റെ ബയോഗ്രഫി പരിശോധിച്ചാൽ ഉറക്കിനെ കുറിച്ച് പറയുന്ന ഭാഗം വളരെ വളരെ കുറവാണ്. നവഇമാമിനെ കുറിച്ചിട്ട് ഒരുപാട് മനാഖിബിന്റെ ഗ്രന്ഥങ്ങളുണ്ടല്ലോ, അതിൽ നവഇമാമിനെ കുറിച്ചിട്ടുള്ള ഉറക്കിനെ കുറിച്ച് പറയുന്ന ഭാഗം വളരെ കുറവാണ്. മഹാനവറുകളുടെ ഉറക്കം എന്ന് പറഞ്ഞാല്, നല്ല ഉറക്കം വന്നാലും ഒന്ന് ഏതെങ്കിലും ഒരു തൂണിനോ ചുമരിനോ ഒക്കെ ചാരി ഇരുന്നിട്ട് കുറച്ചൊന്ന് കണ്ണ് കൂട്ടിയിട്ടൊന്ന് വാങ്ങും, എന്നിട്ട് എന്നെ ടെൻഷൻ ആവില്ല, അധികം ഉറങ്ങിപ്പോയോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ അധ്വാനം ഉള്ളവരാവുകയും സമയം കളയാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. വളരെ പ്രധാനം. അല്ലാതെ ഇത് കിട്ടില്ല. നമുക്ക് തോന്നും നമ്മൾ ഒറ്റയടിക്ക് മെമ്മറിയിലേക്ക് കയറുന്നുണ്ട്, അതൊക്കെ വേഗത്തിൽ ഡിലീറ്റ് ആവാനും സാധ്യതയുണ്ട്. ആവർത്തിച്ച് പഠിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ ഒരു ബർക്കത്ത് അയാൾക്ക് കിട്ടും. ഷാഫി ഇമാമിന്റെ ശിഷ്യന്മാരിൽ ചിലരെ കുറിച്ചിട്ട് തബഖാത്തു ഷാഫിയ്യത്തിൽ കുബറയിൽ കാണാം. ഷാഫി ഇമാം ഒരു മസല പറഞ്ഞു കൊടുത്തു. റബീ റളിയല്ലാഹു അൻഹു ഇല്ല 2, 3, 4, 5, 100 എത്രയോ പറഞ്ഞു കൊടുക്കും. അത്ര അപ്പോഴൊക്കെ അവർക്ക് മനസ്സിലാവും. ഒരു ഘട്ടത്തില് പിന്നെ 40 തവണ പറഞ്ഞു കൊടുത്തിട്ടും ശിഷ്യന് മനസ്സിലാണില്ല. ശിഷ്യന് വിഷമാവുന്ന കണ്ടിട്ട് ഷാഫി ഇമാം റൂമിലേക്ക് വിളിച്ചു. 41 മനസ്സിലാണില്ല, 42 മനസ്സിലായി. അപ്പൊ ആ ശിഷ്യന്റെ ഉസ്താദിന്റെ ഊക്കങ്ങൾ ആലോചിച്ചു. ഈ ശിഷ്യനാണ് ഷാഫി ഇമാമിന്റെ മൊത്തം ഇൽമു മനപ്പാടാക്കിയിട്ട് അടുത്ത തലമുറക്ക് കൈമാറുന്നത്. അധ്വാനിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കും. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബലന, വഴി അല്ലാഹു തെളിയിച്ചു. അധ്വാനിക്കണം നമ്മൾ നന്നായി, നല്ല അധ്വാനമുള്ളവരാണ്. എല്ലാത്തിനേക്കാളും പ്രാധാന്യം ഇൽമിനായി, എല്ലാത്തിനേക്കാളും. അതുകൊണ്ടാണല്ലോ മറ്റെല്ലാ ഇബാദത്തുകളെക്കാളും പ്രാധാന്യം ഇൽമിന് കൊടുക്കണം. മുത്തഅല്ലിമീങ്ങൾ അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറയും.
മറ്റൊന്നും ചിന്തിക്കുക. മരണം വരെ ഓർക്കൽ സുന്നത്തില്ല എന്ന് പറയുന്നത് ഇൽമിനെ തടസ്സമാവും വിധത്തിലുള്ള ഓർക്കലാണ് കേട്ടോ. അതാണ് ആ പറയുന്നതിന്റെ ഒരു താല്പര്യം. ഒരാൾ ക്ലാസ്സിൽ വരുന്നില്ല, ഉസ്താദ് ചോദിച്ചു എന്താടാ അൽഫിന്റെ ക്ലാസ്സിലില്ലല്ലോ. ഉസ്താദ് ഞാൻ എന്തായാലും അൽഫിന്റെ ക്ലാസ്സിന്റെ ഇടക്ക് മരണപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ സൂഫിസത്തിന്റെ അങ്ങേയറ്റം എത്തുന്ന ചില പിള്ളേരും ഉണ്ട്. ദർസ് പെട്ടെന്ന് ഒരാഴ്ച ലീവ് കൊടുത്തപ്പോ പിന്നെ വരുന്നില്ല. എന്തേ ഉസ്താദ് എനിക്ക് പഠനത്തിൽ ഖുശൂ കിട്ടണില്ല. അങ്ങനെ ഉണ്ടോ? ചില ആളിപ്പോ സംഘടനാ പ്രവർത്തനമൊക്കെ നിർത്തിയിട്ട് ഈ എന്താണ് SSF-ലൊന്നും ഇല്ലാത്തതെന്ന് വെച്ചാല് ഞാൻ ആദ്യം നന്നാണ്ട് എന്നിട്ടല്ല നീ നന്നായി കഴിഞ്ഞിട്ട് ഒന്ന് മിസ് അടിക്കട്ടോ, അല്ല കൗൺസിൽ നടത്താൻ വേണ്ടിട്ട്. മക്കളെ ഇത് നന്നാവലിന്റെ ഒരു മേഖലയല്ലേ ഇത്. ആദ്യം നമുക്ക് ഈ ഇഖ്ലാസ് ഒന്നും വല്ലാതെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇമാമല്ലേ സൂഫി ലോകത്തെ ചക്രവർത്തി. ഫുഡ് കിട്ടാൻ വേണ്ടിട്ടാണ് ശരിക്കും കോളേജിലേക്ക് പോകുന്നത്. ഫുഡ് കുറെ കിട്ടിയപ്പോ ഇൽമും കിട്ടി, ഇൽമിന്റെ ടേസ്റ്റ് ഏറ്റവും വലുതായി, പിന്നെ ഫുഡ് വേണ്ടാണ്ടായി. അങ്ങനെ തന്നെയല്ലേ ദിക്ർ ഹൽക്കക്ക് ചോറ് ഉണ്ടാവുമ്പോ കുറച്ചാള് വരും. അങ്ങനെ വന്ന് 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 ദിക്റിന്റെയും നസീഹത്തിന്റെ ഒക്കെ മാസ്മരികതയിൽ അവർക്ക് പിന്നെ ചോറ് വേണ്ടാണ്ടാവും. അങ്ങനെ തന്നെയല്ലേ കാര്യം. നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആവരുതല്ലോ. ഞാൻ പറഞ്ഞു വന്ന ആശയം ഇത്രയേ ഉള്ളൂ. നമ്മൾ അധ്വാനിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇൽമിന് കൊടുക്കണം, എല്ലാത്തിനേക്കാൾ. നിങ്ങൾ നോക്ക്, നമ്മളൊരു ഹദീസ് എപ്പോഴും കേൾക്കാറുണ്ട്. ഒരാൾ മരിച്ചാല് 3 കാര്യങ്ങൾ അയാൾക്ക് ബാക്കിയോ. ഒന്ന് ഇൽമുൻ യുൻതഫഉ ബിഹി, വലദുൻ സാലിഹുൻ യദഉ ലഹു, സദഖത്തുൻ ജാരിയ. ശരിക്കും നമ്മുടെ ഉസ്താദ് നിങ്ങൾക്കൊരു ഇൽമു പറഞ്ഞു തരുമ്പോ ഉസ്താദിന് കിട്ടുന്ന ഒരു കാര്യങ്ങൾ ആലോചിച്ചു. ഉസ്താദിന്റെ ഇൽമു യുൻതഫഉ ബിഹി 10 മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഒന്ന്. രണ്ടാമത്തത് ഇൽമി സദഖത്തുൻ ജാരിയ അല്ലേ? ഇൽമു പറഞ്ഞു കൊടുക്കൽ ഏറ്റവും വലിയ സദഖയെ 100 രൂപ കൊടുക്കണേനേക്കാൾ വലുതാണല്ലോ ഒരു മസല പറഞ്ഞു കൊടുക്കുന്നത്. മൂന്നാമത്തത് ശിഷ്യന്മാര് ഇൽമു അടിച്ച ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ബിമൻസിലത്തി ഔലാദി സ്വാലിഹീന യദഊന ലഹു. ഈ ഉസ്താദുമാർക്കൊക്കെ ദ്വാരക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളുടെ സ്ഥാനത്ത് ഒരു ഇൽമു പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ ഹദീസ് പറഞ്ഞ 3 കാര്യം അയാൾക്ക് കിട്ടുമെന്നാണ് മഹാന്മാരെ ഇത് വിശദീകരിച്ചു പറയുന്നത്. അപ്പൊ ഇതിനേക്കാൾ വലുത് ലോകത്ത് എന്താണ്? ഇതിൽ നിന്ന് ചാടിപ്പോകുക എന്ന് പറയുന്നത്, ഇത് നിർത്തിയിട്ട് പോകുക എന്ന് പറയുന്നത് എന്താ പറയാ, സ്വർഗത്തിൽ നിന്ന് രാജിവെച്ചിട്ട് നരകത്തേക്ക് ഓടുന്ന പോലെയാണ്. എന്ത് ഭീമമായ അബദ്ധമാണ്. മഹാന്മാരൊക്കെ സ്വീകരിച്ച ഒരു രീതി തന്നെ അവരുടെ ജീവിതത്തിലെ മുഴു സമയം നമ്മുടെ അത്തർഹീബിന്റെ സാഹിബ് ഹാഫിൾ മുന്തിരി റഹ്മത്തുള്ളാഹിയുടെ മകൻ മരണപ്പെട്ടപ്പോ അവിടത്തേക്ക് പോണില്ല. കാരണം പിന്നെ ദർസ് മിസ്സാവോന്ന് പേടിച്ചിട്ട്. കണ്ടോ, അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ദർസ് മിസ്സാവോന്ന് പേടിച്ചിട്ടാണ് അബൂ യൂസുഫ് റളിയല്ലാഹുവിന്റെ മകൻ മുഹമ്മദ് എന്ന മോനെ മരണപ്പെട്ടപ്പോ അബൂ യൂസുഫ് അങ്ങോട്ട് പോകാതിരുന്നത്. ജനാസ കർമ്മത്തിന് സ്വന്തം മോന്റെ കർമ്മത്തിന് വരെ പോണില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടാൻ കളിക്കില്ല. മുത്തമാനെ മോളെ കല്യാണം ഉറപ്പിക്കലിന്റെ ഞാൻ പോയാലേ നടക്കുന്ന ചിന്തിച്ചു നോക്കിയ. പിന്നെ എന്തിനാ നമ്മൾ ഇതിനൊക്കെ പോകുന്നത്? ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ കുറെ അധ്വാനമുള്ളവരാണ്. മെമ്മറി അതൊക്കെ വ്യത്യസ്തമായിരിക്കും. അധ്വാനത്തിനനുസരിച്ച് അള്ളാഹ് തരും എന്നുള്ള കാര്യം ഷുവർ. നിങ്ങള് എത്രയോ പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ കാണാം, അവരൊക്കെ ഭയങ്കര മെമ്മറി ഉള്ളവരൊന്നും അല്ല. അവര് കിതാബിന്റെ രംഗത്തേക്ക് സജീവമായി മുസന്നിഫീങ്ങളുടെ ലോകത്ത് വലിയ സ്ഥാനം പിടിച്ചു പറ്റി ഒരുപാട് ശിഷ്യഗണങ്ങളുടെ മുദരിസായി. അതിന്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് അവര് വിടാതെ അധ്വാനിച്ചു എന്നുള്ളത്. സമയം കളയാതിരിക്കും, നല്ല അധ്വാനിക്കുക. നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു 2-3 കിതാബുകൾ മുത്താലി ചെയ്യുന്നത് നന്നാവും. ഒന്ന് ഖീമത്തു സമൻ ഇൻദൽ ഉലമാ, 2 സഫഹാത്തു മിൻ സബരിൽ ഉലമാ, 3 അൽ ഉലമാഉൽ ഉസ്സാബ്, 4 മആലിമു ഇർഷാദിയ, 5 അൽ മൻഹജു സവി. ഈ 5 കിതാബുകളും നിങ്ങളൊന്ന് മുത്താല ചെയ്യലോടുകൂടി നിങ്ങൾ അടിമുടി മാറും.